അപ്പോൾ കോൺഗ്രസ് വലിയ സമരത്തിലേക്ക് തന്നെ ഇറങ്ങുകയാണ്. കാരണം ഈ വന്യജീവി ശല്യത്തിന് പരിഹാരമുണ്ടാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന UDF സംസ്ഥാന കമ്മിറ്റിയുടെ മലയോര സമര പ്രചാരണ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. കണ്ണൂർ കരിവഞ്ചാലിൽ വൈകിട്ട് 5-ന് KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര. സുനിൽ ഐസക്കുണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, ഈ മലയോര സമര പ്രചാരണ യാത്ര എന്ന് പറയുമ്പോൾ ഈ സമയത്ത് ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് വന്യജീവി ആക്രമണങ്ങളുടെ നിരന്തരമായ വാർത്തകൾ പലയിടങ്ങളിൽ നിന്നായി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് വളരെ ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രതിപക്ഷ നേതാവ് നേതൃത്വം വഹിക്കുന്ന ഒരു യാത്രയാണ്. അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ എപ്പോഴാണ് നടക്കുക? ആരൊക്കെ പങ്കെടുക്കുന്നു? ജിൽസി, വയനാട്ടിലെ കടുവാക്രമണത്തിന്റെയും വാളയാറിലെ കാട്ടാന ആക്രമണത്തിന്റെയും കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വാർത്താ പ്രഭാതം തന്നെ തുടങ്ങുന്നത്. അത് അവിടെ മാത്രമല്ല, സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി തന്നെ ഈ വന്യമൃഗശല്യത്തിന്റെ റിപ്പോർട്ടുകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇതാ UDFന്റെ മലയോര സമര പ്രചരണ ജാഥയ്ക്ക് തുടക്കമാവുന്നത്. പ്രധാനമായും ഈ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ജാഥ നടത്താൻ UDF തീരുമാനിക്കുന്നത്. 3 കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഒന്ന്, ഈ വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുക. മറ്റൊന്ന്, കാർഷികരുടെ വിളത്തകർച്ച അടക്കമുള്ള വിഷയങ്ങളുണ്ട്, അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക. ഒപ്പം ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാവുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജാഥ. നേരത്തെ വനനിയമ ഭേദഗതിയുടെ കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്നൊരു ആവശ്യം കൂടി ഈ ജാഥയുടെ മുദ്രാവാക്യങ്ങളിലൊന്നായി UDF ഉയർത്തിയിരുന്നു. പക്ഷേ അതിനിടയിൽ തന്നെ ആ വിജ്ഞാപനം സംസ്ഥാന സർക്കാർ പിൻവലിക്കുകയും ചെയ്തു. സ്വാഭാവികമായി ഈ ജാഥ ഭാഗികമായി തന്നെ വിജയം കണ്ടു എന്ന നിലപാടാണ് UDF നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. എന്തായാലും UDFനെ സംബന്ധിച്ച് ഈ ജാഥ 2 തരത്തിലുണ്ട്. ഒന്ന്, മലയോരത്തെ കർഷകർക്കിടയിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചെന്നിറങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രധാനമായും ഈ മലയോര മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ചാണ് ഈ ജാഥ പോകുന്നത്. ഈ ജാഥ മുൻപ് ജിൽസി പറഞ്ഞതുപോലെ കണ്ണൂർ ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിലെ കരിവഞ്ചാലിൽ നിന്ന് വൈകിട്ട് 5 മണിക്കാണ് തുടങ്ങുന്നത്. ഒരു സംസ്ഥാന ജാഥ ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്നത് കാസർഗോഡ് നിന്നാണ് ഇത്തരം ജാഥകളൊക്കെ തുടങ്ങുന്നത്. ഈ ജാഥ കണ്ണൂരിൽ നിന്ന് ആരംഭിക്കുന്നു. അതിനുശേഷം വയനാട് വഴി ജാഥ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രയാണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിന് മുന്നോടിയായി ഈ കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സാധാരണക്കാർക്കിടയിലേക്ക്, കർഷകരുടെ ഇടയിലേക്ക് UDFന് കടന്നു ചെല്ലുക എന്നൊരു ലക്ഷ്യം കൂടി ഈ ജാഥയുടെ ഭാഗമായുണ്ട്. മറ്റൊന്ന്, മുന്നണി വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു ഭാഗത്ത് സജീവമായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എം LDF വിട്ടുവരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ കേരള കോൺഗ്രസിന് കൂടി കുറേ കൂടി സ്വാധീനമുള്ള കാർഷിക മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ജാഥ മുന്നോട്ട് പോകുന്നതെന്നാണ് ഒരു പ്രത്യേകത. മറ്റൊന്ന്, ജാഥ നിലമ്പൂരിലെത്തുമ്പോൾ PV അൻവർ ജാഥയ്ക്കൊപ്പം ഉണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ട്. അൻവറാണെങ്കിൽ UDFലേക്ക് പ്രവേശനം കത്ത് കൊടുത്ത് കാത്തിരിക്കുകയാണ്. UDFലേക്ക് അൻവറിനെ എടുക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയും ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ ജാഥയ്ക്കൊപ്പം അൻവർ ഉണ്ടാകും എന്ന ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് മുന്നണിക്കൊപ്പം അൻവർ ഉണ്ടാകുമോ എന്നൊരു ചോദ്യത്തിന് കൂടി ഒരുപക്ഷെ ഈ ജാഥ അവസാനിക്കുമ്പോഴേക്കും ഉത്തരം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. മറ്റൊന്ന്, കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ തന്നെ ചില അഭിപ്രായ ഭിന്നതകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വി.ഡി. സതീശനും സുധാകരനും തമ്മിലുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ സജീവമായി ചർച്ചയിൽ നിൽക്കുന്നു. ഒപ്പം സുധാകരൻ്റെ നേതൃമാറ്റം സംബന്ധിച്ച് ചില ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതൊക്കെ തൽക്കാലത്തേക്ക് നേതൃമാറ്റ ചർച്ചകളൊക്കെ ഒന്ന് അവസാനിച്ചിട്ടുണ്ട്. തൽക്കാലം സുധാകരൻ മാറില്ല എന്നൊരു വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ സുധാകരനും വി.ഡി. സതീശനും ഒപ്പം KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഒന്നിച്ച് വേദി പങ്കിടുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അങ്ങനെ പലതരത്തിൽ രാഷ്ട്രീയമായി പ്രസക്തിയുള്ള ഒരു ജാഥയ്ക്കാണ് UDF ഇന്ന് കണ്ണൂരിൽ നിന്ന് തുടക്കമിടുന്നത്. ഒപ്പം UDFന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇന്ന് കണ്ണൂരിലുണ്ട്. അവരൊക്കെ ഈ ജാഥയ്ക്കൊപ്പം അണിനിരക്കുന്നുണ്ട്, ആ ജാഥയുടെ ഭാഗമാകുന്നുണ്ട്. ജാഥയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞിരിക്കുന്നത്. നാളെ റിപ്പബ്ലിക് ദിനമാണ്, അതുകൊണ്ട് നാളെ ജാഥ പ്രയാണം ഉണ്ടാവില്ല. മറ്റന്നാൾ കൊട്ടിയൂരും ആറളത്തും ജാഥ പ്രയാണം നടത്തി വൈകുന്നേരത്തോടു കൂടി വയനാട്ടിലേക്ക് പ്രവേശിക്കും. നമുക്കറിയാം, ഇപ്പോൾ വയനാട്ടിലെ സ്ഥിതി വളരെ സങ്കീർണമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയിലാണ് ജാഥ വയനാട്ടിലേക്ക് എത്തുന്നത്. കണ്ണൂരിലും
സമാനമായ സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കടുവയും ആനയും പുലിയും ഒക്കെ ആയിട്ട് പലയിടങ്ങളിൽ നിന്ന് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ആവലാതികളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനിടയിലാണ് ആ കേന്ദ്രങ്ങളിലൂടെ UDFന്റെ ഒരു ജാഥ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ UDFനെ ഒന്ന് ശക്തിപ്പെടുത്തുക, ഒപ്പം ജനങ്ങൾക്കിടയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ കഴിയുക, ഒപ്പം മുന്നണി വികസനം അടക്കമുള്ള പല കാര്യങ്ങളുണ്ട്. അത്തരം ചർച്ചകൾ കൂടി ഇതിനൊപ്പം നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.